ഹലോ, ഇന്ന് എൽസക്കുട്ടിയുടെ ചെറിയ കുസൃതികൾ നമുക്ക് കണ്ടാലോ. എൽസക്കുട്ടി ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഇട്ട് നടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ റിബൺസ് ആണ്. എൽസക്കുട്ടിക്ക് മുടിയുള്ളപ്പോൾ ഇതൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു. ഇപ്പോൾ മുട്ട അടിച്ചുകൊണ്ട് ഇനി വളരുമ്പോഴാണ് ഇത് കെട്ടുക. അപ്പോൾ ഓരോരോ കയ്യിൽ ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റിയില്ല കേട്ടോ. ഒരു വിരൽ മാത്രം ഇട്ടിട്ട് ഇനി അവൾ നടക്കും. അവൾക്ക് എന്തെങ്കിലും കയ്യിൽ വേണം നടക്കുമ്പോൾ. അപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയോണ്ട് ഇപ്പം നടക്കലേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇനി ഒന്നുമില്ല. അല്ലാതെ ഇനി കൈ പിടിച്ചാലേ അവൾ കരയും. ഓക്കെ, ഇപ്പം അമ്മയടുത്ത് വന്നിരിക്കുകയാണ്. ഇനി കയ്യിലിട്ട് നടക്കുവാണ് കേട്ടോ. എന്നിട്ടിപ്പോൾ അവൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ ഒരു കാക്കാന്ന് പറഞ്ഞു പാടി. അപ്പോൾ അവൾ ലിസൺ ചെയ്ത് അങ്ങോട്ടേക്ക് കേട്ടു. അവൾക്ക് കാക്കയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ കാ 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 എന്നൊക്കെ പറയും. എന്നിട്ട് അവൾ കാക്കയെ കൂടെ അവിടെ ഇല്ലേ, നിങ്ങൾക്കറിയാലോ കാക്കയെ കൂടെ ഇവിടെ. അത് ഫസ്റ്റത്തെ ലൈൻ മാത്രം ഇവൾക്കറിയാം, കാക്കയെ കൂടെ ഇവിടെ. അത് മാത്രമേ അറിയത്തുള്ളൂ, വേറെ അറിയത്തില്ല. പിന്നെ ഇരുന്നു ഇപ്പോൾ. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റു. അങ്ങനെ ഇരിക്കുമായിരുന്നേക്കും. കയ്യിൽ നടക്കുമ്പോൾ എന്തെങ്കിലും സാധനം വേണം. എന്നിട്ട് ഇപ്പോൾ 2 വിരലിലും മഞ്ഞ ഇട്ടു. മഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, യെല്ലോ. ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിലേക്ക് നോക്കി. എന്നിട്ടിപ്പോൾ അമ്മയടുത്ത് വന്നിരുന്നു. അമ്മേനെ കാണിക്കുവാണ്. എന്നിട്ടിപ്പോൾ നമ്മൾ പറയുന്ന വേടിപ്പോൾ എൽസക്കുട്ടി പറയുകയൊക്കെ ചെയ്യും. അവളിപ്പോൾ കാക്കേനെ ലിസൺ ചെയ്യുവാണ് കേട്ടോ. കാക്കാന്നൊക്കെ പാടി കളിക്കുവാണ്. ഇപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി. അത് കാണുന്നുണ്ട് അവൾ നടക്കുക. ഇപ്പൊ കുഞ്ഞു കുസൃതികളൊക്കെ അവളുടെ കയ്യിലുണ്ട്. ഇപ്പൊ അവള് ഹാളിലെത്തി. അവള് ഒറ്റയടിക്ക് ഇങ്ങനെ ചാടിക്കിടക്കും സോഫയിലേക്ക്. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഒറ്റയടിക്ക് ഇങ്ങനെ കിടക്കാൻ. അവളങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ഇങ്ങനെ നടക്കും. നടക്കാൻ തുടങ്ങിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് നടക്കുമെന്ന്. അപ്പം തന്നെ നടന്നു. ഇനി ഇത് TV കണ്ടുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഏതാ പാട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവൾ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ട് ഇപ്പോൾ അവൾ അമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് 2 കയ്യിലിട്ട് ഇങ്ങനെ പാട്ടും പാടി നടക്കുക. ഇപ്പൊ കുറച്ചൊക്കെ ആട്ടം തുടങ്ങാനായിട്ടോ. കണ്ടോ അവളുടെ സൗണ്ട് കേൾക്കുന്ന കണ്ടോ. ഇപ്പൊ ഒരു വീഴ്ച വീണു കണ്ടോ. ഇങ്ങനെ അവളുടെ കുഞ്ഞു കുസൃതികളും ഇനിയും വരും. ഇനി കുറേ ചിരിപ്പിക്കുന്ന കുസൃതികളും കുറേ കയ്യിൽ നമുക്ക് പോയല്ലോ. ഇപ്പൊ അവൾ ഇടാൻ നോക്കുവാണേ. കണ്ടോ ഒരു ഭയങ്കര ഇപ്പൊ എടുത്ത്, പക്ഷെ കിട്ടിയില്ല ആൾക്ക്. ഇതുവരെയായിട്ട് കിട്ടില്ല. ആളിപ്പോ പാട്ട് പാടുക. ഇപ്പൊ എടുത്തോണ്ടിരിക്കുവാണ്. ഇപ്പൊ കൈ കിട്ടിയ ആൾക്ക്. അത് വീണ്ടും താഴത്ത് പോയ ആള് ഇരുന്ന് കേട്ടോ. അപ്പൊ ആൾക്ക് ഇന്ന് എഴുന്നേക്കൽ അധികം ഇഷ്ടമല്ല. ഇപ്പൊ അവൾ കാലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് എടുക്കാൻ കുറച്ച് പാടായി. ഇപ്പൊ കയ്യിലെത്തി വീണ്ടും പോയി. എൽസയുടെ കയ്യിലെത്തി ഇങ്ങനെ ചാടി പോവാ. ഇപ്പൊ വെച്ചെന്ന് തോന്നുന്നു. വെച്ചു. എൽസക്കുട്ടിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇപ്പൊ ഒരു ഭക്ഷണം കൊടുത്താലും അവൾ ഒറ്റയ്ക്ക് കഴിക്കാനോ, അതാണ് ഇഷ്ടം. ഇപ്പൊ അവള് ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ. വീണ്ടും പോയി. അടുത്ത വെയിലത്ത് പോയി. ഒരു കയ്യിലിട്ട് അടുത്ത വെയിലത്ത് പോയി. ഭയങ്കര കോമഡി ആയിരുന്നു കുട്ടിയുടെ. അപ്പോൾ നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ. ഇനി കുറേ ചിരിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പം അവിടെ കയ്യിലിട്ടെന്ന് തോന്നുന്നു. വീണ്ടും ഇരുന്ന ആള്. അത് വയ്യാത്തോണ്ടാ.
എൽസക്കുട്ടി നടന്നുപോയി. ഒരു കയ്യിലത്തെ അങ്ങനെ പോയി എൽസക്കുട്ടിയുടെ. നല്ല ഫണ്ണിയല്ലേ? എൽസ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ ഡാൻസ് കളിക്കുക. നിങ്ങൾ കണ്ടോ? ഇപ്പൊ വീണ്ടും ഇന്ന് ചിരിക്കുക. ഇന്ന് ചിരിക്കുക. ഇപ്പൊ എന്തോ പറയുക ആള്. കയ്യിലിട്ടിട്ട് ഇനി ഇത് ആട്ടി 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 കുറേ നേരം ആൾക്ക് ആട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് താഴ്ത്തു പോയാൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല. എന്നിട്ട് ചിലപ്പോൾ നടന്നാൽ വീഴൊക്കെ ചെയ്യും. ആളിപ്പോൾ വീണു. എന്നിട്ട് നമ്മൾ എഴുന്നേൽപ്പിക്കുക. ആൾ ഒറ്റയ്ക്കൊക്കെ എഴുന്നേൽക്കും. പക്ഷെ നമ്മളവിടെ ഉണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ ഒരിത് വേണം, ഹെൽപ്പ്. ഇപ്പോൾ ആളവിടെ ഇരുന്നിട്ട് ആ സാധനം എടുത്ത് വിരളി ഇടാൻ നോക്കുക. എൽസ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫണ്ണി ആവുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ കുഞ്ഞിരുന്നേ, എന്നിട്ട് വീണ്ടും എഴുന്നേക്കാൻ തുടങ്ങി. ഇപ്പം ഇട്ട് ഒരു കയ്യിൽ ഇടാൻ പോവാ. ഇട്ടു. ദേ ഇട്ടു കേട്ടോ. അതേ നടക്കൂ. ഇപ്പം അമ്മയുടെ അടുത്ത് എത്തി. ദേ മൊട്ടസ്ഥലമൊക്കെ കാണിക്കുക. ആൾക്ക് ഞാനിപ്പോൾ ഡാൻസ് കളിച്ചാൽ എൻ്റെ കൂടെ ഡാൻസ് കളിക്കും. ഇപ്പം എന്നെ ഒരു പാട്ടിട്ടാൽ പോലും എന്നെ ഡാൻസ് കളിക്കാൻ വിളിക്കും. അതിൻ്റെ ഒരു വീഡിയോ കാണുവേ. ഇപ്പം ചിരിക്കുക. എന്തോ പറഞ്ഞിങ്ങനെ ചിരിക്കുവാണേ. എന്നാൽ ശരി, ഗുഡ് ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്.